മോചനകല. എഴുതിയത് MK ചാന്ദ്രാജ്. ആളുകളെ വിലയിരുത്തുന്നതിൽ പലപ്പോഴും നമുക്ക് പിശക് പറ്റാറുണ്ട്. ചിലരെ കാണുമ്പോൾ സഹിക്കാൻ കൊള്ളാമെന്ന് തോന്നും. അടുത്തു കഴിയുമ്പോഴല്ലേ അറിയുന്നത് ആഴത്തിലുള്ള സ്നേഹം പോകട്ടെ, ഒരു തരി സൗഹൃദഭാവം പോലും സൂക്ഷിക്കാൻ അറിയാത്തവരാണെന്ന്. മറ്റു ചിലരെ കണ്ടാൽ പെട്ടെന്ന് അകൽച്ച തോന്നും. പക്ഷെ ഒന്നോ രണ്ടോ വാക്കുരിയാടിയാൽ എവിടെയോ നിന്ന് സ്നേഹത്തിന്റെ ഉറവ പൊട്ടുന്നതിന്റെ തീവ്ര അനുഭവം ഉണ്ടാകും. ചില കാൽപ്പനിക സാഹിത്യകാരന്മാരെ, കാരികളെ കാൽപ്പനിക ഭാവത്തിൽ സമീപിച്ചു നോക്കൂ. അകാൽപ്പനികവും അമാനുഷികവുമായ 100,000 വിഷനാവുകൾ ചീറ്റുന്നതു കാണാം. അതുകൊണ്ടാണ് ഞാൻ ഓരോരുത്തരെ കാണുമ്പോഴും അടിമുടി നോക്കുകയും അവരറിഞ്ഞോ അറിയാതെയോ അവരുടെ ചേഷ്ടകൾ നിരീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ചിലർ, പ്രത്യേകിച്ചും മധ്യവയസ്കകൾ, ഈ തുറിച്ചുനോട്ടം ഇഷ്ടമില്ലടോ എന്ന മട്ടിൽ തല വെട്ടിച്ച് കടന്നു പോകുമ്പോൾ ആത്മനിന്ദ തോന്നും. അപ്പോഴൊക്കെ ഉദ്ദേശശുദ്ധിയാൽ മാപ്പു നൽകിൻ എന്ന കവിവചനം ഓർമ്മയിലുണർത്തി ആ ആത്മനിന്ദ തുടച്ചുമാറ്റും. മറ്റുള്ളവർക്ക് അയുക്തികമെന്നോ അസംബന്ധമെന്നോ തോന്നുന്ന കാര്യങ്ങൾക്ക് നമ്മുടെ ഉള്ളിൽ യുക്തിഭദ്രമായ ഒരു അടിത്തറയുണ്ടായാൽ മതിയല്ലോ. ഓരോ ദിവസവും സായാഹ്ന സവാരിയിൽ കണ്ടുമുട്ടുന്ന അനേകം പരിചിതവും അപരിചിതവുമായ മുഖങ്ങളെക്കുറിച്ച് വിശദമായി വിവരിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ പറയാറുണ്ട്, താനെന്താ ശരീരഭാഷാശാസ്ത്രത്തിൽ പഠനം നടത്താനുള്ള പുറപ്പാടാണോ എന്ന്. ഇത്തരത്തിലുള്ള യാത്രകളിലാണ് പല മഹാന്മാരെയും നേരിട്ടു കാണാനുള്ള ഭാഗ്യമുണ്ടാവുന്നത്. പി ഭാസ്കരൻ, ONV സക്കറിയ, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, ഡോക്ടർ NA കരീം, ലെനിൻ രാജേന്ദ്രൻ, കുരീപ്പുഴ ശ്രീകുമാർ തുടങ്ങിയ സാഹിത്യ സാംസ്കാരിക സിനിമാ പ്രവർത്തകർ, ചിരിച്ച് സൊറ പറഞ്ഞു നടക്കുന്ന വാണിജ്യ സിനിമാ നിർമ്മാതാക്കൾ, നടന്മാർ, വക്കീലന്മാർ, ഗുമസ്തന്മാർ, IPS IAS ഉദ്യോഗസ്ഥർ, മുൻ മന്ത്രിമാർ നടക്കാറില്ലല്ലോ, രാഷ്ട്രീയ നേതാക്കന്മാർ, വിദ്യാർത്ഥികൾ, പിന്നെ അധോലോക നേതാക്കന്മാർ, ഗുണ്ടകൾ, പിടിച്ചുപറിക്കാർ, പോക്കറ്റടിക്കാർ, പിമ്പുകൾ, വേശ്യകൾ. ചുരുക്കി പറഞ്ഞാൽ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദം തന്നെ എന്നും സായാഹ്ന സവാരിക്കിടയിൽ തൊട്ടില്ലെന്ന മട്ടിൽ കടന്നു പോകാറുണ്ട്. നടക്കുന്നതിനിടയിൽ പല പരസ്യക്കാരും തടഞ്ഞു നിർത്തി അവരുടെ ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള ലഘുലേഖകൾ വിതരണം ചെയ്യാറുണ്ട്. തുണിക്കടകൾ, ജുവലറികൾ, വീട്ടുജോലിക്കാരെ വിതരണം ചെയ്യുന്ന ഏജൻസികൾ, സ്വർഗത്തിൽ സീറ്റ് റിസർവ് ചെയ്തു കൊടുക്കുന്ന ആത്മീയ സ്ഥാപനങ്ങൾ, ധനാകർഷണ വശീകരണ യന്ത്രങ്ങൾ നിർമ്മിച്ചു വിതരണം ചെയ്യുന്ന ജ്യോതിഷികൾ തുടങ്ങി എല്ലാത്തരം ബിസിനസ്സുകാരുടെയും പ്രതിനിധികൾ തടഞ്ഞു നിർത്താറുണ്ട്. സുമുഖനും സദാ പാൽപുഞ്ചിരി തൂകുന്നവനുമായ ഒരു ചെറുപ്പക്കാരൻ കയ്യിൽ നോട്ടീസുമായി സമീപിച്ചപ്പോൾ ഇത്തരമൊരു പരസ്യത്തെക്കുറിച്ചേ ഞാൻ ചിന്തിച്ചുള്ളൂ. സ്ഥിരമായി സായാഹ്ന സവാരിക്കിറങ്ങുന്നവർ ഇത്തരം നോട്ടീസുകൾ ഒന്ന് ഓടിച്ചു നോക്കിയും നോക്കാതെയും വലിച്ചെറിഞ്ഞ് ഈ മ്യൂസിയം പുൽത്തകിടി വൃത്തികേടാക്കാറുണ്ട്. മ്യൂസിയം ഡയറക്ടറോട് ഇതേപ്പറ്റി പരാതി പറഞ്ഞപ്പോൾ അയാൾ കൈമലർത്തി, കടലാസ് ആയതുകൊണ്ട് നടപടിയെടുക്കാനാവില്ല, പ്ലാസ്റ്റിക് നിരോധിച്ചിരിക്കുന്നതിനാൽ അത് വലിച്ചെറിഞ്ഞ് വൃത്തികേടാക്കിയാൽ കേസെടുക്കാൻ വകുപ്പുണ്ടത്രേ. ആളുകളെ വിലയിരുത്തുന്നതിൽ വിരുദില്ലാത്തതിനാൽ പുഞ്ചിരി പുരട്ടിയ നോട്ടീസു നൽകിയ യുവാവിനെ പരിചിതനെന്ന മട്ടിൽ ആദരവോടെ പ്രത്യഭിവാദ്യം ചെയ്തു. സർ, തിരക്കില്ലെങ്കിൽ ഒരു നിമിഷം. അയാളുടെ സരസ സംഭാഷണത്തിന്റെ തുടക്കത്തിൽ മനസ്സുകൊളുത്തി. തിരക്കോ? തിരക്കിൽ നിന്ന് രക്ഷപ്പെടാനല്ലേ അല്പസമയം നടക്കാൻ വരുന്നത്, ഞാൻ പറഞ്ഞു. ഏയ്, കുഴപ്പമില്ല, പക്ഷെ 2 റൗണ്ട് കൂടി നടക്കാനുണ്ട്. പതിവാണ്, എന്നെ ഉടനെ വിടണം. തീർച്ചയായും. അടുത്തു കണ്ട ചന്ദനമരത്തിന്റെ ചുവട്ടിലേക്ക് എന്നെ അയാൾ ക്ഷണിച്ചിരുത്തി. നിന്റെ കഴുത്തിൽ എന്നാണ് വീരപ്പ ശിഷ്യന്റെ മഴു വീഴുക എന്ന് മരത്തോട് നിശബ്ദം കുശലം ചൊല്ലി ഞാനിരുന്നു. സർ, പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല ആർക്കും. അതുകൊണ്ട് നോട്ടീസിനെ കൂടാതെ ഒരല്പം സംസാരിക്കണം. അതാ ഞങ്ങളുടെ പോളിസി. എന്താണ് നിങ്ങളുടെ ഉൽപ്പന്നം? സോപ്പ്, ഡിറ്റർജന്റ്, അതോ അടിവസ്ത്രങ്ങൾ ധരിച്ച് മാരക രോഗങ്ങൾ മാറ്റാനുള്ള വിദ്യയോ?
ബനിയൻ, സോക്സ്, ബ്ര, പാൻറ്റീസ് എന്നിവ ധരിച്ച് ഹൃദ്രോഗം, മൂലക്കുരു, ക്യാൻസർ, ആസ്മ തുടങ്ങിയവ ഭേദമാക്കാനുള്ള ഒരു പുതിയ വിദ്യ കണ്ടുപിടിച്ചെന്ന് എന്നോട് ഒരാൾ പറഞ്ഞിരുന്നു. അതിലൊരെണ്ണമെങ്കിലും അടിച്ചേൽപ്പിക്കാൻ എന്നെ അയാൾ ദിവസവും 3 തവണയെങ്കിലും ഫോൺ വിളിക്കാറുണ്ട്. അത് വല്ലതും? അതൊന്നുമല്ല സാർ, ഇതൊന്ന് വായിച്ചാട്ടെ. അയാൾ തന്ന നോട്ടീസ് വായിച്ചു. മോചന കലാ കോഴ്സ് എന്ന തലക്കെട്ടിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങൾ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന് പോലും BP ഉയരാതെ വായിച്ചു പോകാവുന്നതേയുള്ളൂ. ഈ ലോകം പ്രശ്നജടിലവും സങ്കീർണവും അസ്വാസ്ഥ്യം നിറഞ്ഞതുമാണ്. ഓരോ ദിവസം കഴിയുന്തോറും ഇവയൊക്കെ കൂടിക്കൂടി വരുന്നതേയുള്ളൂ. വ്യക്തികളെല്ലാം തന്നെ ലിംഗപ്രായഭേദമന്യേ ഈ നൂലാമാലകളിൽ പെട്ടുഴലുന്നു. ഇവയിൽ നിന്ന് ആത്മാവിന് മോചനം ലഭിക്കുവാൻ പാകത്തിൽ ഒരു കോഴ്സ്, അതാണ് മോചനകല. അഭ്യസിക്കാൻ വേണ്ട സമയപരിധി 1 ആഴ്ച. ഫീസ് വെറും 1000 രൂപ മാത്രം. പിന്നെ അഡ്രസ്സ്, ഫോൺ നമ്പർ. നോട്ടീസ് വായിച്ചു തീർന്ന അയാളുടെ മുഖത്തേക്ക് നോക്കി. സാർ വായിച്ചല്ലോ? വായിച്ചു. 1000 രൂപയും 1 ആഴ്ചയും കൊണ്ട് ആത്മാവിന് ശാന്തി കിട്ടുമെങ്കിൽ ഒരു നല്ല കാര്യമാണല്ലോ എന്ന മട്ടിൽ ഒരു നോട്ടത്തിലൂടെ ഞാൻ അയാളെ അഭിനന്ദിച്ചു. എത്രയെത്ര അറിയപ്പെടാത്ത നല്ല മനുഷ്യർ നിറഞ്ഞതാണ് ഈ ഭൂമി. ഞാൻ ഫോണിൽ വിളിക്കാം. എന്റെ സുഹൃത്തുക്കളോടും ഞാൻ പറയാം. ഞാൻ എന്നാൽ പോയിക്കോട്ടെ, 2 റൗണ്ട് ബാക്കി കിടക്കുന്നു. ഞാൻ ധൃതിയിൽ നടന്നു. മ്യൂസിയം ഗേറ്റ് അടയ്ക്കും മുമ്പ് നടത്തം പൂർത്തിയാക്കേണ്ടിയിരിക്കുന്നു. 2 ദിവസം കഴിഞ്ഞ് നോട്ടീസിൽ പറഞ്ഞിരുന്ന ഫോണിൽ വിളിച്ചപ്പോൾ തിങ്കളാഴ്ച രാവിലെ നേരിട്ട് ഹാജരാകാൻ പറഞ്ഞു. അന്നൊരു പുതിയ ബാച്ച് തുടങ്ങുകയാണ്. ഓഫീസിൽ 1 ആഴ്ച ലീവ് അപേക്ഷ കൊടുത്തു. തിങ്കളാഴ്ച രാവിലെ ഓഫീസിൽ പോകുന്ന മട്ടിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. കോഴ്സിനെ പറ്റി പറഞ്ഞാൽ ഭാര്യയും മക്കളും കൂടി വരണമെന്ന് ശാഠ്യം പിടിക്കും. അതൊഴിവാക്കുകയാണ് നന്നെന്ന് തോന്നി. പുതുതായി പണിത ഒരു ബഹുനില ഫ്ളാറ്റിലാണ് മോചനകലയുടെ ആസ്ഥാനം. ലിഫ്റ്റിൽ കയറി ഒരു എയർ കണ്ടീഷൻഡ് ഹാളിലെത്തി. പലതരത്തിലും പ്രായത്തിലുമുള്ള 10-50 പേർ ഇരിപ്പുണ്ട്. ഒരാൾ വന്ന് പേരും വിലാസവും മറ്റും കുറിച്ചെടുത്തു. മോചനകലാ കോഴ്സിൽ പുതുതായി ചേരാൻ വന്നവർക്ക് സ്വാഗതം. ഒരു മധ്യവയസ്കൻ കടന്നുവന്ന് മുഴങ്ങുന്ന ശബ്ദത്തിൽ പ്രസംഗിക്കാൻ ആരംഭിച്ചു. സമൂഹത്തിന്റെ നാനാ തുറകളിൽപ്പെട്ട നിങ്ങൾ എല്ലാ പേരെയും ഇതിൽ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. അയാൾ കയ്യിലിരുന്ന ഓഡിയോ കാസറ്റ് റിക്കാർഡ് പ്ലെയറിൽ പ്രവർത്തിപ്പിക്കുന്നതിന് മുൻപായി പറഞ്ഞു. നമ്മുടെ ആചാര്യൻ മിസ്റ്റർ കോഫോ അറവോളോയുടെ പ്രഭാഷണം ആദ്യമായി കേൾക്കാം. കരീബിയൻകാരനായ മിസ്റ്റർ കോഫോ അറവോളോയുടെ പ്രഭാഷണം 1/4 മണിക്കൂറോളം നീണ്ടുനിന്നു. ഈ കോഴ്സിൽ പങ്കെടുക്കുന്നവരെ ആത്മാവിൽ തൊട്ട് സ്വാഗതം ചെയ്യുന്നു. മറ്റെങ്ങും കെട്ടുവാനിടയില്ലാത്ത ഇത്തരമൊരു പരിശീലന പരിപാടിയിൽ പങ്കുകൊള്ളുന്ന നിങ്ങൾ അതീവ ഭാഗ്യം ചെയ്തവരാണ്. കണ്ണുനീരില്ലാത്ത, നെടുവീർപ്പില്ലാത്ത, വേദനയില്ലാത്ത, രോഗമില്ലാത്ത, ദാരിദ്ര്യമില്ലാത്ത, ദുഃഖമില്ലാത്ത ഒരു ലോകമാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. നിങ്ങളുടെ പേര് സ്വർഗത്തിൽ ജീവപുസ്തകത്തിൽ എഴുതുവാൻ കാത്തിരിപ്പിൻ. ആത്മീയവും ശാരീരികവുമായ ശുഭാശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിച്ച ആ ആംഗല പ്രസംഗം ശ്രോതാക്കളെ വശീകരിക്കാൻ പോന്നതായിരുന്നു. മധ്യവയസ്കൻ ടേപ്പ് റെക്കോർഡർ നിർത്തി സദസ്യരോടായി പറഞ്ഞു. നമ്മുടെ ആചാര്യൻ മിസ്റ്റർ കോഫോ അറവോളോയുടെ ആശീർവാദം കിട്ടിയല്ലോ. ഇനി കൗൺസിലിംഗ് സെഷനാണ്. പേർ വിളിക്കുന്നവർ ഓരോരുത്തരായി അടുത്ത മുറിയിലേക്ക് വരണം. എന്റെ ഊഴമെത്തി. മുറിയിൽ കറുത്ത കണ്ണട വെച്ച ഒരു ചെറുപ്പക്കാരൻ ഇരുന്നു. കുശലാന്വേഷണങ്ങൾക്കു ശേഷം അയാൾ പറഞ്ഞു, ഇനിയാണ് കാര്യത്തിന്റെ കാതലുള്ള ഭാഗം. അതെന്താ? നോട്ടീസിൽ മോചനകലാ കോഴ്സ് എന്ന് പറഞ്ഞെന്നേയുള്ളൂ. യഥാർത്ഥ പേര് അച്ചടിച്ചാൽ ചില നിയമപ്രശ്നങ്ങൾ ഉണ്ടാവും. എന്ത് നിയമപ്രശ്നം? എന്റെ ആവേശം അണപൊട്ടി. ഒരു രാജ്യത്തെ തകർത്ത് സമ്പത്ത് കൊള്ളയടിക്കാൻ ആറ്റം ബോംബിടുന്ന ഫാസിസ്റ്റുകളും തലചായ്ക്കാൻ 6 അടി മണ്ണ് വേണമെന്ന് ആവശ്യപ്പെടുന്ന ഭൂമിയുടെ യഥാർത്ഥ അവകാശികളെ തോക്കിനിരയാക്കുന്ന ജനനായകന്മാരും നിറഞ്ഞ ഈ ലോകത്ത് നിങ്ങളുടെ ഇത്തരത്തിലുള്ള സേവനം നിയമപ്രശ്നമുണ്ടാക്കുമെന്നോ? നിയമം മനുഷ്യനു വേണ്ടിയുള്ളതാണ്. അത് മനുഷ്യർക്ക് പ്രശ്നമുണ്ടാക്കാനുള്ളതല്ല. ധർമ്മരോഷം കൊണ്ട് എന്റെ കണ്ണുകൾ ചുവന്നു, മൂക്കു വിറച്ചു. ശ്രദ്ധിച്ചു കേൾക്കണം സാർ.
അയാൾ ഒന്ന് നിർത്തിയിട്ടു തുടർന്നു. ഈ മോചനകല ഇഹലോക വിമോചനത്തിൽ ആശ്വാസം തേടുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. മനസ്സിലായില്ല? ഇഹലോകത്തിൽ നിന്ന് ആത്മഹനനമെന്ന ആനന്ദമാർഗത്തിലൂടെ പരലോകം പോകാൻ വ്യഗ്രത കാട്ടുന്നവർക്കായി. എന്ത്? ആത്മഹത്യ? എന്റെ ഉദ്വേഗം അടക്കാനായില്ല. ഈ വാക്ക് സങ്കുചിതമാണ് സർ. ഒരു ഉത്തരാധുനികൻ ഈയിടെ പറഞ്ഞ പോലെ വിശാലമായ ആശയങ്ങൾ ദ്യോതിപ്പിക്കാൻ നമ്മുടെ ഭാഷ എത്ര ദുർബലം, എത്ര പ്രാകൃതം. എങ്കിലും ആവശ്യമെങ്കിൽ നമുക്ക് ആ പദം തന്നെ ഉപയോഗിക്കാം. ആത്മഹത്യക്ക് കോഴ്സോ? എന്റെ ഞെട്ടൽ ചോദ്യത്തിലൂടെ പുറത്തേക്ക് തെറിച്ചു. അയാളുടെ ചിരിക്കു പിന്നിൽ ഒരു ചെകുത്താൻ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് തോന്നി. എക്സാക്ട്ലി. നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട്. സാക്ഷരതയിലും സമ്പത്തിലും മദ്യപാനത്തിലും മുൻപന്തിയിലല്ലേ? മറ്റൊന്നും കൂടിയുണ്ട്, ആത്മഹത്യ. അതിലും മുൻപന്തിയിൽ തന്നെ. ഒറ്റയ്ക്കും ഇണകളായും സ്വവർഗ ജോഡികളായും അണുകുടുംബമായും കൂട്ടുകുടുംബമായും ഒക്കെ എത്രയെത്ര പേരാണ് ദിനം പ്രതി ഇവിടെ ആത്മഹത്യ എന്ന കൃത്യം നിർവഹിക്കുന്നത്. പക്ഷെ 99% ആത്മാഹുതിയിലും ഒരു തരം അമേച്വറിസം, അവൈദഗ്ധ്യം പ്രകടമല്ലേ? ചിലർ ഇതിൽ അമ്പേ പരാജയപ്പെടുന്നു. SSLC പരീക്ഷ എഴുതും പോലെ പലരും പല പ്രാവശ്യം ചെയ്തിട്ടും തോറ്റു തൊപ്പിയിടുന്നില്ലേ? അതിന് ആത്മഹത്യ ഒരു ദുർബല നിമിഷത്തിൽ തോന്നുന്ന വികാരത്തിന്റെ ദുഷ്ഫലം. അതൊരു സ്വകാര്യ അനുഷ്ഠാനമല്ലേ? നിങ്ങൾക്കതിൽ എന്ത് കാര്യം? കാര്യമുണ്ട് സർ. ഏതു കാര്യത്തിനും വേണം ഒരു പ്രൊഫഷണലിസം. അയാൾ ഒന്ന് നിർത്തി. പിന്നെ ചിരിയോടെ തുടർന്നു. സാക്ഷരത ഉയർത്തിയതിനു പിന്നിൽ ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. നിരാശ്രയ സർക്കാർ വിദ്യാലയങ്ങൾ തുടങ്ങി പരാശ്രയ സ്വാശ്രയ സ്ഥാപനങ്ങൾ വരെ. സാമ്പത്തികം മെച്ചപ്പെട്ടത് വിദേശത്തേക്ക് തുരുതുരാ ആളുകളെ കയറ്റി അയച്ചതുകൊണ്ടാണ്. മദ്യപാനത്തിൽ മുന്നിലെത്താൻ ഉള്ള മുക്കിനും മൂലയ്ക്കും ഷാപ്പുകളും ബാറുകളും തുറന്നുകൊണ്ട് സർക്കാർ തന്നെ മദ്യപ്രളയം സൃഷ്ടിക്കുകയല്ലേ? ആത്മഹത്യക്ക് മുൻപിൽ എത്തിയിട്ടും ശാസ്ത്രീയമായ ബോധന പരിപാടി ഉണ്ടോ? അതിന് സന്നദ്ധരായവരെ സജ്ജരാക്കാൻ പോന്ന ഒരു കോഴ്സ് ഉണ്ടോ? ഞാൻ നിശബ്ദത പാലിച്ചു. അയാൾ ശബ്ദം ഉയർത്തി തുടർന്നു. സർ, ഈ സ്ഥാപനത്തിന്റെ പ്രസക്തി അവിടെയാണ്. ഒരാഴ്ചത്തെ കോഴ്സിൽ പങ്കെടുക്കാൻ വരുന്നവരെ ആദ്യം തന്നെ ഇതുപോലെ കൗൺസിലിംഗ് നടത്തും. 25% ആത്മഹത്യാരതിയുള്ളവരെ ഞങ്ങൾ കണ്ടെത്തും. അവരെ മാത്രമേ തുടർന്ന് കോഴ്സിൽ പങ്കെടുപ്പിക്കൂ. കോഴ്സ് പൂർത്തിയാവുമ്പോൾ അവരുടെ ആത്മഹത്യാരതി 25 നിന്ന് 100% ഉയർന്നിരിക്കും. എങ്ങനെ? എന്റെ ചോദ്യം പെട്ടെന്നായിരുന്നു. ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല. അവരെല്ലാം അത് പ്രവർത്തിക്കണമെന്നില്ല. അതിന് സാമൂഹികം, സാമ്പത്തികം, ലിംഗപരം എന്ന് തുടങ്ങി ഒട്ടേറെ കാരണങ്ങൾ കണ്ടെത്താം. അത്തരം കടമ്പയെല്ലാം കടന്ന് ലക്ഷ്യത്തിലെത്താൻ ശ്രമിച്ചാലോ അവിടെയുമുണ്ട് 100 കൂട്ടം പൊല്ലാപ്പുകൾ. യോജിച്ച രീതി കണ്ടെത്താൻ ബുദ്ധിമുട്ട്. ശ്രമം പരാജയപ്പെട്ടാൽ നിയമപരമായ ഊരാക്കുടുക്കുകൾ. ആത്മഹത്യയിൽ പരാജയപ്പെട്ടവരെ എത്ര അവജ്ഞയോടെയാണ് സമൂഹം നോക്കുന്നത്. ഞങ്ങളുടെ സർവേ പ്രകാരം ഇന്നാട്ടിലെ ഏതാണ്ട് എല്ലാ ആത്മഹത്യകളും അരങ്ങേറുന്നത് യാതൊരുവിധ മുന്നൊരുക്കവും കൂടാതെയാണ്. ഞാൻ ഏതോ മയക്കത്തിലാണ്ട പ്രതീതി. എന്റെ ഈ അവസ്ഥ ചൂഷണം ചെയ്ത് അയാൾ തുടർന്നു. കേൾക്കണം സാർ, ഞങ്ങളുടെ മോഡസ് ഓപ്പറാൻഡി വളരെ ലളിതമാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നയാൾ ഈ കൃത്യം നടത്തുവാനുള്ള കാരണം ഞങ്ങൾ കൃത്യമായി അപഗ്രഥിക്കുന്നു. പ്രണയനൈരാശ്യം, കടക്കണി, വിവാഹത്തകർച്ച, പരീക്ഷാപരാജയം, അമ്മായിയമ്മ നാത്തൂൻ പോര്, സ്ത്രീധന പീഡനം, മാറാരോഗം, സ്വാശ്രയ വിദ്യാഭ്യാസം തുടങ്ങി 100,000 കാരണങ്ങളാണ് ഇതിനു പിന്നിൽ. ഉദാഹരണമായി പ്രണയനൈരാശ്യം കൂട്ടത്തിൽ പറയട്ടെ. ഇപ്പോൾ പത്തരമാറ്റുള്ള പ്രണയമോ പ്രണയനൈരാശ്യമോ ഒന്നും ഇവിടില്ല. പുറംപൂച്ച് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടല്ലേ രമണൻ പൊട്ടക്കവിതയാണെന്ന് ഒരു അടിപൊളി നിരൂപണം നടത്താൻ നിരൂപക കേസരികൾ സടകുടഞ്ഞെഴുന്നേക്കുന്നത്. ഓ, അപ്പോൾ പ്രണയനൈരാശ്യമുള്ളവരെ അവരുടെ വികാരത്തിന്റെ പാരമ്യത്തിലെത്തിക്കുന്നു. കാമുകിയെ പിരിയേണ്ടി വന്നയാളുടെ മുൻപിൽ
അവളുടെ ഭാവങ്ങൾ, പുഞ്ചിരിയുടെ നൈർമല്യം, ശരീരഗന്ധം എന്നിവ പുനർജനിപ്പിക്കുന്നു. അവളുടെ വേർപാട് തനിക്കൊരു തീരാ നഷ്ടമാണെന്നും അത് സൃഷ്ടിച്ച തമോഗർത്തത്തിലേക്ക് താൻ അനുനിമിഷം ആകർഷിക്കപ്പെടുന്നുവെന്നും അയാളെ ധരിപ്പിക്കുന്നു. കമ്പ്യൂട്ടർ, മറ്റ് ഓഡിയോ വിഷ്വൽ ഉപകരണങ്ങൾ എന്നിവയുടെ സഹായത്തോടെയാണ് ഇത് സാധ്യമാക്കുക. ഇത്തരത്തിലുള്ള വികാരോത്തേജനം സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾ തീർച്ചയായും പിന്മാറുന്ന പ്രശ്നമേയില്ല. ആത്മഹത്യയ്ക്കുള്ള രീതി സ്വയം തിരഞ്ഞെടുക്കാം. അതിന്റെ പൂർണ്ണ സാങ്കേതിക സഹായവും ചെയ്തു കൊടുക്കാൻ സ്ഥാപനത്തിന് ഉത്തരവാദിത്തമുണ്ട്. കടബാധ്യതയാണ് കാരണമെങ്കിൽ വീണ്ടും കൂടുതൽ കടം വാങ്ങാനും അതുവഴി കടബാധ്യതയും ആത്മഹത്യാരതിയുടെ സൂചികയും ഉയർത്താനും കഴിയും. ബാങ്കുകൾ എത്ര ഉദാരമായിട്ടാണ് ഇപ്പോൾ കടം കൊടുക്കുന്നത്. രോഗം മൂലം കൃത്യം ചെയ്യാൻ ഒരുങ്ങുന്നവരെ രോഗത്തിന്റെ തീവ്രതയും ഭീകരതയും 10 മടങ്ങ് അനുഭവിപ്പിക്കുന്നു. രീതി തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെ കൃത്യം നടത്തേണ്ട സ്ഥലവും തീയതിയും സമയവും വ്യക്തികൾ തന്നെ തീരുമാനിക്കണം. ആത്മഹത്യയ്ക്ക് തിരഞ്ഞെടുക്കുന്ന മാധ്യമങ്ങൾ, ഉദാഹരണം കയറ്, വിഷം, കൊക്കകൾ എന്നിവ ഒരിക്കലും ചതിക്കരുത്. കയറാണെങ്കിൽ ബലമുള്ളതും ഏറ്റവും പുതിയതും, വിഷം ഏറ്റവും മുന്തിയതും എക്സ്പയറി ഡേറ്റ് കഴിയാത്തതും, കൊക്കകൾ ഊട്ടിയോ കൊടൈക്കനാലോ. ട്രെയിൻ പാസഞ്ചറിനേക്കാൾ എക്സ്പ്രസ് ആണ് സുരക്ഷിതം. ഇവയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ പാലിക്കുന്നു എന്നുറപ്പാക്കാൻ സ്ഥാപനത്തിന്റെ അദൃശ്യ സാന്നിധ്യം കൃത്യം നടക്കുന്ന നിമിഷം വരെ ഉണ്ടാവും. സ്ഥാപനം തുടങ്ങിയിട്ട് കുറച്ചുകാലമേ ആയിട്ടുള്ളൂ എങ്കിലും ഞങ്ങൾ ഏറ്റെടുത്ത ഒരു കേസ് പോലും പരാജയപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ ആഴ്ച കണ്ടില്ലേ പത്രത്തിൽ വന്ന വാർത്ത? കോടതി മുറിക്കുള്ളിൽ ആത്മഹത്യ. ഞങ്ങളുടെ ക്ലയന്റ് ആയിരുന്നു. തുടരെ കേസുകൾ തോറ്റ ആളായിരുന്നു. ഞാൻ അയാളുടെ ദീർഘമായ സംഭാഷണം കേട്ടിരിക്കുകയായിരുന്നു. അയാൾ സംഭാഷണം വീണ്ടും തുടർന്നു. ടിവിയിലും റേഡിയോയിലും പത്രങ്ങളിലും വരുന്ന മോചനകലയുടെ പരസ്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. എന്നാൽ മൗത്ത് ടു മൗത്ത് ക്യാമ്പയിനിലാണ് ഞങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ബസ് സ്റ്റാൻഡുകളിൽ, റെയിൽവേ സ്റ്റേഷനുകളിൽ, ആശുപത്രികളിൽ, കളിസ്ഥലങ്ങളിൽ എന്നുവേണ്ട 4 ആൾ കൂടുന്നിടത്തൊക്കെ ഞങ്ങളുടെ സേവന പദ്ധതിയുടെ പ്രചാരകന്മാർ ഉണ്ടാവും. ഇത്രയും നെറ്റ്വർക്കിനുള്ള സാമ്പത്തിക സഹായം? എന്റെ ചോദ്യം പൂർത്തിയാകും മുമ്പ് അയാൾ പറഞ്ഞു. ഞങ്ങളുടെ ആചാര്യൻ മുഖേന സ്ഥാപനത്തിന് വിദേശത്തുള്ള സൂയിസൈഡ് ഫൗണ്ടേഷന്റെ ഫണ്ട് കിട്ടുന്നുണ്ട്. കോഴ്സിൽ പങ്കെടുക്കുന്നവരുടെ കയ്യിൽ നിന്നുള്ള പണം കൊണ്ട് മാത്രം ഇത്തരമൊരു സേവന മേഖലയ്ക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാനാവും? വിദേശ ഫണ്ടില്ലെങ്കിൽ നേരെ ചൊവ്വെ ആത്മഹത്യ ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥ. ഇത്രയും കേട്ടപ്പോൾ സാറിനും ഇതിൽ ചേരണമെന്ന് തോന്നുന്നില്ലേ സാർ? ഇപ്പോൾ ചേരുന്നവർക്ക് 5 സ്റ്റാർ ഹോട്ടലിൽ 2 ദിവസത്തെ താമസവും ഭക്ഷണവും ഫ്രീ. ഇതൊരു രാവണൻ കോട്ടയാണെന്നും ഇനി പുറത്തു കടക്കുക അത്ര എളുപ്പമല്ലെന്നും എനിക്ക് തോന്നി. ആളുകളെ വിലയിരുത്തുന്നതിൽ നമുക്ക് പലപ്പോഴും പിശകു പറ്റാറുണ്ടെന്നത് എത്ര സത്യം. പെട്ടെന്ന് അയാളെ നോക്കാതെ ചാടി എണീറ്റ് ഹാളിലൂടെ, കോണിപ്പടികളിലൂടെ ഞൊടിയിടയിൽ ഞാൻ പാഞ്ഞു. എവിടെയാണ് പുറത്തേക്കുള്ള വഴി?